ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്ന വാളിൻ്റെ അകത്ത് ഈ വാളിലും തൊട്ടപ്പുറത്തെ വാളിൽ നമുക്ക് ഒരു അപ്പ് ആൻഡ് ഡൗൺ സെറ്റ് ചെയ്യണം. അതായത് മുകളിലോട്ടും താപ്പോട്ടും പോകുന്ന രീതിയിൽ വെട്ടം കിട്ടുന്ന ഒരു വാൾ ലൈറ്റ്, ഒരു ഫാൻസി ലൈറ്റ് തന്നെയാണ്. നമുക്ക് LED ആണ് വരുന്നത്, വാട്ടർ പ്രൂഫിംഗ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഒരെണ്ണം വരേണ്ടത്, തൊട്ടപ്പുറത്ത് നമുക്ക് ഒരെണ്ണം വരണം. അപ്പോൾ ഇവിടെ റൗണ്ട് ഷീറ്റ് വെച്ചത് ഇതിൽ കൂടെ തന്നെയാണ് താഴോട്ട് ഷെയ്ഡിലോട്ട് പൈപ്പ് പോകുന്നതും, ഇവിടുന്ന് തന്നെയാണ് ക്രോസ് അപ്പുറത്തോട്ട് പോകുന്നതും. അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് തന്നെ ആ ഷെയ്ഡിനുള്ള ലൈറ്റും വരുന്നത്, ലൈറ്റിൻ്റെ പോയിൻറ്റും വരുന്നത് ഇതുവഴിയാണ്. അതുകൊണ്ടാണ് അവിടെ 2 ജംഗ്ഷൻ വെച്ച് കൊടുത്തിരുന്നത്. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന LED വാൾ ലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ വാട്ട്സ് വരുന്നത് ഒരു 4 വാട്ട്സാണ് യൂസേജ് വരുന്നത്. 4 വാട്ട്സ് മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് വിലയും കുറവാണ്. അതായത് ഒരു 400 രൂപ വിലയേ ഉള്ളൂ ഇതിന്. അപ്പം നമുക്ക് ഈ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സെറ്റിങ് ചെയ്യാൻ പറ്റും, അതായത് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും. അതേപോലെ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ തന്നെ അവരുടെ 2 സൈഡാണ് വരുന്നത്. അതായത് ഒന്ന് മുകളിലോട്ടും താപ്പോട്ടും വരുന്നത്, ഒന്ന് 4 സൈഡിലോട്ടും വരുന്നത്. നമ്മൾ എടുത്തേക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ, അതായത് മുകളിലോട്ടും താപ്പോട്ടും മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഐറ്റം. ഒരു ഉരുണ്ട ബോൾ പോലെ ഇരിക്കും. ഇത് കണ്ടില്ലേ, മുകളിലോട്ടും താപ്പോട്ടും മാത്രമാണ് 2 LEDകൾ നിൽക്കുന്നത്. 4 സൈഡിലും ഉണ്ട്. അതും ഇതേ മോഡൽ തന്നെയാണ്, ഈ സൈഡും അതേപോലെ ഇപ്പുറത്തെ സൈഡും വരുന്നത്. നമുക്കിവിടെ 2 സൈഡ് മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ 2 സൈഡ് എടുത്തു. 4 സൈഡും അവൈലബിൾ ആണ്. അതേപോലെ 400 രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ബോഡി അഴിച്ചെടുക്കുന്നത് കൊണ്ട് ഒരു എല്ലങ്കി സ്ക്രൂ വെച്ചാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എല്ലങ്കിയും വരുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ സ്ക്രൂ അഴിച്ചെടുത്തിട്ടാണ് നമുക്ക് ഈ കാണുന്ന ബാക്ക് സൈഡിൽ സ്ക്രൂ അടിച്ച് വെക്കേണ്ടത്. അതായത് നമ്മൾ ഈ റൗണ്ട് ഷീറ്റിലോട്ട് ഇപ്പോൾ ജംഗ്ഷൻ വെച്ചതുകൊണ്ടാണ് ഈ റൗണ്ട് ഷീറ്റ് അവിടെ നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഇവിടെ പെയിൻറ്റിങ് വരുന്നതാണ്, ഇനി ഇവിടെ സ്ട്രക്ചറിൻ്റെ വർക്ക് വരുന്നതാണ്. അപ്പോൾ ഈ ബ്ലാക്ക് റൗണ്ട് ഷീറ്റ് അതങ്ങ് മാറിപ്പോവും. ഇതാണ് അതിൻ്റെ കൂടെ വരുന്ന എല്ലങ്കി വരുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് അത് അഴിച്ചെടുക്കേണ്ടത്. ഈ എല്ലങ്കി വെച്ചിട്ടാണ്. ഇപ്പോൾ ഓരോ ലൈറ്റിൻ്റെ കൂടെയും ഓരോ എല്ലങ്കി വെച്ച് അവർ കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കറക്റ്റ് അളവിന് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പം ഈസി ആയിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ട് ഇതേപോലെ ഇതിൻ്റെ ബോഡി നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബോഡി ഊരിയെടുത്തതിന് ശേഷം കണ്ടല്ലേ, ഇതേപോലെ ബോഡി ഊരിയെടുക്കുമ്പം അതിൻ്റെ അകത്തൊരു റബ്ബർ ബീഡിങ് ഉണ്ട്. അതേപോലെ അതിന് ഡ്രൈവ് അതിൻ്റെ അകത്തിരിപ്പുണ്ട്. ഈ പ്ലേറ്റാണ്, ഇതാണ് നമുക്ക് വാളിലോട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കേണ്ടത്. കണ്ട് ഇതേപോലെ 2 സ്ക്രൂ ചെയ്ത് ഇതേപോലെയാണ് വെക്കേണ്ടത്. അതേപോലെ അതിൻ്റെ അകത്ത് തന്നെയാണ് ഡ്രൈവ് വരുന്നത്. പിന്നെ അതേപോലെ ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്. വാഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോഡി അടയ്ക്കാൻ നേരത്ത് അതിൽ കൂടെ വെള്ളം ഇറങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. നമ്മളങ്ങനെ വയർ ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നേരെ ഇനി ഇത് 2 സ്ക്രൂ മാത്രം ചെയ്താൽ മതി. ഈ റൗണ്ട് ഷീറ്റിൻ്റെ അകത്ത് 2 സ്ക്രൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നേരെ ഈ വാഷർ എടുത്ത് നേരെ അതിൻ്റെ അകത്ത് ഇട്ട് നമുക്ക് ഈ എല്ലങ്കിയുടെ സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വലിയ പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് തൊട്ടിപ്പുറത്ത് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ റൗണ്ട് ഷീറ്റിൻ്റെ അകത്ത്, അതായത് ഈ ഭിത്തിയിൽ നമുക്ക് സ്ട്രക്ചർ പൊട്ടി വരുന്നതാണ്. അതുകൊണ്ട് ഈ വൈറ്റ് നമുക്കത് മാറും. കറക്റ്റ് ലൈറ്റ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. അത് അവർ തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവരത് വിട്ടുപോയതാണ്. ഈ ബ്ലാക്ക് പെയിൻറ്റ് ഇവിടെ അടിച്ചപ്പോൾ അതും കൂടെ ചേർത്ത് അടിക്കാനും വിട്ടുപോയതാണ്. അതേപോലെയാണ് തൊട്ടപ്പുറത്തും വരുന്നത്. അപ്പോൾ സ്ട്രക്ചർ ചെയ്യാൻ നേരത്ത് അതങ്ങ് കവർ ചെയ്ത് പോയി ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ. അതേപോലെ നമ്മൾ ഈ സൈഡ് നമ്മൾ ചെയ്ത് കണ്ടില്ലേ, ഈ സൈഡിലും അതേപോലെയാണ്. ഈ 2 ഭിത്തിയിലുമാണ് വരുന്നത്, ഒന്നിവിടെ ഒന്നിവിടെ. അങ്ങനെ 2 ഭിത്തിയിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് ജംഗ്ഷൻ വരാൻ കാരണം അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ലൈനുകൾ ഇതുവഴി തന്നെയാണ് മെയിൻ സ്വിച്ച് ബോർഡിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്ത് കണ്ടല്ലേ, ഇതേപോലെ നല്ല മുകളിലോട്ടും താപ്പോട്ടും നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് പ്രകാശം കിട്ടും. ഒരു പ്രത്യേക ലുക്ക് തന്നെയാണിത്. 4 വേ വേണമെങ്കിൽ 4 വേ യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ 2 വേ മതി എന്നുള്ളത് കൊണ്ട് നമ്മൾ 2 വേ വെച്ചു. 4 വേ ആണെങ്കിൽ കുറച്ചും കൂടെ 4 സൈഡിലായിട്ട് വെട്ടം കിട്ടും. അങ്ങനെ നമ്മൾ ഇതേപോലുള്ള വാളിൻ്റെ അകത്ത് നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. 4 വാട്ട്സേ ഉള്ളൂ. വലിയ വിലയോ കാര്യങ്ങളോ ഒന്നുമില്ല. 400 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടിയ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ ഇതൊരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. റേഞ്ചും കുറവാണ്, ഗുണവുമുണ്ട്.